ഗായ്സ്, ഹലോ പറ. അപ്പോൾ നമ്മളിപ്പോൾ ലുലു മാൾ കോഴിക്കോടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉമ്മച്ചീൻ്റെ വീട് മാങ്കാവുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് 1-2 കിലോമീറ്റർ നമ്മുടെ ലുലുവിലേക്കുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. അന്നത്തെ ഉണ്ട്, ഉമ്മച്ചിയുണ്ട്, കാക്കൊച്ചിയുണ്ട്, ആദ്യമുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ര പോകാനൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ മാങ്കാവിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്കും ഉണ്ട്. കുറേ ആൾക്കാർ നടന്നിട്ടും അല്ലാണ്ടൊക്കെ വണ്ടിയിൽ തിരിച്ചു പോകുന്നുണ്ട്. എല്ലാവരും ലുലു തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കാര്യത്തിൽ നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ കോഴിക്കോടൊന്ന് എന്താ ഒരു തിരക്കാവുന്നതാണ് തോന്നുന്നത്. ഈ റോഡൊക്കെ അപ്പോൾ നമ്മുടെ എൻട്രി ബോർഡ് ഇവിടെയാണ് കേട്ടോ. വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ഉള്ള ഒരു ബിൽഡിങ് തന്നെയാണ് കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചെറിയൊരു ബിൽഡിംഗ് ആണെങ്കിലും ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഈ ലുലുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇവിടെ പാർക്കിംഗ് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്ക് പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. മെയിനായിട്ട് പറയേണ്ട ഒരു പാർക്കിംഗ് കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ തൊട്ടാണ് 2 വീലറിൻ്റെ പാർക്കിംഗ് തുടങ്ങുന്നത്. പക്ഷേ കണ്ടോ, അങ്ങനെ പോയി ഇവിടെ വരെ ആ 2 വീലറിൻ്റെ പാർക്കിംഗ് തന്നെയാണ് ഗൈസ്. ഇവിടെ മെയിനായിട്ട് പറയേണ്ടതും പാർക്കിംഗ് തന്നെയാണ്. കാരണം വിശാലമായൊരു പാർക്കിംഗ് സൗകര്യം 4 വീലറിനും 2 വീലറിനും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അന്നത്താക്ക് ലിപ്സ്റ്റിക് ഇല്ല എന്ന് പറയുന്നതിന്റെ സങ്കടത്തിലാണ് അന്നത്തെ ഗൈസ്. അയ ലുലുവിലേക്ക് വന്ന സന്തോഷത്തിലാണ്. ഹലോ ഗൈസ് പറ. ഹലോ കിട്ടി ഗൈസ് കുറച്ച് എൻ്റെ ഉള്ളിൽ തരുമായിരിക്കും. ഇപ്പോൾ നമ്മുടെ പാർക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ പാർക്ക് ചെയ്തിട്ട് ലുലുവൊക്കെ കയറിയിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോവാട്ടോ ഗൈസ്. ഫുൾ ഓൺ ആയിട്ടുണ്ട് ഗൈസ്. അയക്ക് ട്രോളിയിൽ ഇരിക്കുന്ന ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് തന്നെ അവിടെ നിന്ന് ട്രോളി വേഗം എടുത്ത് അതിലിരുത്തി ഉണ്ണാൻ തുടങ്ങി. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴുള്ള അവസ്ഥ ഭയങ്കര ഭീകരം തന്നെയായിരുന്നു. കാരണം നല്ല തിരക്കാണ് ഉള്ളിലേക്ക്. ഞാൻ കാണിച്ചു തരാം. അപ്പം തന്നെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു തിരക്കിൻ്റെ ഉള്ളിൽ കൂടി ആ ട്രോളിയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. നല്ല കഷ്ടപ്പാടാണ് ഗൈസ്. ഇവിടെ തൊട്ട് നമ്മൾ ഓഫർ അങ്ങ് തുടങ്ങുകയാണ്. കയറി വരുമ്പോൾ തന്നെ ഗാലക്സീൻ്റെയും മാൽക്കിസ്റ്റിൻ്റെ ഒക്കെ പല ഫ്ലേവറിൽ, അതുപോലെ ടെഡി കമ്പനീൻ്റെ പമ്പേഴ്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. മെയിൻ ഓഫർ. പിന്നെ നമ്മുടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഈ ഒരു വശത്ത്. നമ്മുടെ എന്താ പറയുക ഡെയിലി സ്കിൻ കെയറിൻ്റെ കാര്യങ്ങൾ ഇവിടെ. നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷ്, അതുപോലെ കോൾഗേറ്റ്, ടൂത്ത് പേസ്റ്റ്, അങ്ങനെ സാധനങ്ങളെടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ നല്ലൊരു ടൂത്ത് പേസ്റ്റ് വാങ്ങാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. വാപ്പച്ചിങ്ങനെ നോക്കിയതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒന്നെടുത്തു. ഒരു ടൂത്ത് പേസ്റ്റ് എടുത്തു. അത് ഹയ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഹയക്ക് ഈ സാധനങ്ങളിൽ ഇടുമ്പോൾ ഒരു ഭയം എനിക്കുണ്ട്. കാരണം ഹയ എടുത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല ഇതിൻ്റെ എനിക്കൊരു ഫേസ് വാഷ് നോക്കണം. അപ്പോൾ വേറെ എന്തൊക്കെ നോക്കി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അന്നത്തെ മെയിനായിട്ട് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സാധനത്തിൻ്റെ പുറകെ പോയി. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് തപ്പിക്കൊണ്ടിരിക്കുക നല്ല ഏതാന്ന് നോക്കിയിട്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല. അവസാനം നമ്മളൊന്ന് എടുത്തു കേസ് കാണിച്ചു തരാം. അപ്പം ഞാനവിടെ ഫേസ് വാഷ് തപ്പം തന്നെ എടുക്കുക. അന്നത്തെ ഉമ്മച്ചിയും ബാപ്പച്ചിയും കൂടി തപ്പിയത് ഈ സാധനം എടുത്തു. അത് ഹെയറിന് നല്ലതാണ്. അത്യാവശ്യം നല്ലൊരു മണമൊക്കെ ഉള്ള ഹെയർ ഓയിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം എടുത്ത് മാറ്റി. അപ്പോൾ ഒന്നും കൂടി കണ്ടപ്പോൾ അതെടുത്തു. അവസാനം ഞാൻ ഫേസ് വാഷ് കണ്ടുപിടിച്ചു. ഞാൻ വേഗം അടുത്താണ്ട് ചോദിച്ചു ഇത് ഓക്കെ അല്ലേ വെച്ചു. കണ്ടെത്താ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ വേഗം അത് എടുത്തിട്ടു. പിന്നെ നമ്മുടെ വണ്ടി നേരെ പിന്നെയും നമുക്ക് നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്നുള്ള രീതിയിൽ വണ്ടി പിന്നെയും കുറേ മുന്നോട്ട് പോയി ഗൈസ്. അങ്ങനെ വാപ്പിച്ചും ഉമ്മച്ചും ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും വില കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ അപേക്ഷിച്ചിട്ട് വാപ്പിച്ചിക്ക് അറിയാമല്ലോ. നമ്മൾ ഫുള്ള് നോക്കി. ഞാൻ ആദ്യം ഹയനെ കളിപ്പിച്ചു. അന്നത്തെ വീഡിയോ എടുത്തു. പിന്നെ ഒരുപാട് അക്സസറീസും കാര്യങ്ങളുണ്ട് നമ്മുടെ ഹോം ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ടത്.
അപ്പോൾ ഞാൻ അതൊക്കെ കുറച്ചുകൂടി നല്ല രസമുള്ളതാണ്, ഞാൻ കണ്ടിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വന്നു നമ്മൾ ഒരുപാട് നോക്കി 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 അതായത് നമ്മുടെ പിന്നെ സ്കൂൾ എന്താ അക്സസറീസ് കാര്യങ്ങളതാ ഇഷ്ടംപോലെ ബോക്സും കാര്യങ്ങളാണിത്, നല്ല രസമൊക്കെ ഉണ്ട്. അതായത് ഇതൊക്കെ ബോക്സും കാര്യങ്ങളാണ്. അങ്ങോട്ടേക്ക് പിന്നെ പെൻസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്കെയില് അങ്ങനത്തെ ഒരുപാട് 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 സാധനങ്ങൾ. പിന്നെ ഓൺ ഓഫറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഇനോഗ്രേറ്റഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഒരുപാട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇഷ്ടം പോലെ ബാഗുകൾ ഇവിടെ കാണാൻ നമുക്ക്. അതുപോലെ ഒരുപാട് നല്ല അടിപൊളിയായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ നല്ലൊരു ആംബിയൻസ് ഉണ്ട്, നല്ലൊരു എന്താ പറയുക ഇത് നമ്മുടെ സ്റ്റിക്കേഴ്സ് ഈ ചെറിയ മക്കളൊക്കെ കളിക്കുന്ന പോലെ തന്നെ നമുക്ക് ബോക്സൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്യാമറമാൻ അനിത്യാണ് കേട്ടോ, നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയണം. നമ്മുടെ ക്യാമറമാൻ അതായത് കോയിൻ ബോക്സ് ഉണ്ട്, നല്ല ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് സംസാരിച്ചിരുന്നതിനെ പറ്റിയിട്ട് നല്ലൊരു രസമുണ്ട്. എന്താ പറയുക നല്ലൊരു ക്യൂട്ട്. പിന്നെ നമ്മുടെ ടിഫിൻ ബോക്സ് കാര്യങ്ങൾ, വാട്ടർ ബോട്ടിൽ കാര്യങ്ങൾ ഹയണ്ട ഓരോന്ന് പെറുക്കി അപ്പുറത്തേക്ക് ഇടും, അപ്പുറത്തുനിന്ന് പെറുക്കി ഇപ്പുറത്തേക്ക് ഇടും. അത് നല്ല ക്യൂട്ടായിക്കില്ലേ. ഞാൻ ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാനത് നല്ല രസമുണ്ടോ നോക്കിയിട്ട് അടുത്തൊക്കെ കൂടി കാണിച്ചതാണ്. ഒരു ബെഡ്ഷീറ്റുകൾക്ക് 150 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തന്നെ. ഇതുപോലെ മാറ്റ് 400 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും മറ്റേ എന്താ പറയുക ബാത്ത് മാറ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അന്നത്തെ ഓരോന്ന് നോക്കുന്നുണ്ട്. ഷെഫ് ലൈൻ എന്തോ ഒരു സാധനം. അതുപോലെ അത് അവിടെ ഓണം പ്രമാണിച്ച് ഇങ്ങനെ സാധനം വെള്ളമൊക്കെ സെറ്റാക്കിയിരുന്നു. അപ്പോൾ ഹയക്ക് കൊടുത്ത പൂവ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹയ ട്രോളിയിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി പൂവും പിടിച്ച് കുറേ നേരം പൂവും പിടിച്ച് കളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരുപാട് 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 ഓഫറുകളുള്ള സാധനം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ എന്താ പറയുക ചട്ടി പ്ലേറ്റ് കാര്യങ്ങൾ, നല്ല പ്ലേറ്റുകളാണ് ഫുൾ. അവിടെ നിരത്തേനെ വെച്ച് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. ഞാൻ അതിൽ ഇങ്ങനെ കുറേ നോക്കിയത്. നമ്മളിപ്പോഴാണ് കാണിച്ചത്. ബാപ്പച്ചിയെ നമ്മൾ കുറേ നേരമായി കാണാണ്ടായിട്ട്. ബാപ്പച്ചി എന്തോ കണ്ട് എൻ്റെ നോക്കിയിട്ട് വരാൻ തന്നെ പോയതാണ്. അങ്ങനെ നമ്മളെന്നാൽ പിന്നെ നടക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് മീറ്റിൻ്റെ ഭാഗത്ത് ബാപ്പച്ചി നിൽക്കുന്നതാണെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ബാപ്പച്ചീനെ തോണ്ടി. അപ്പോൾ അതാണ് ബാപ്പച്ചി എന്താ ഇറച്ചിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ബാപ്പച്ചി നമുക്ക് ഫുഡൊക്കെ കഴിക്കണ്ടേ, ഇവിടുത്തെ ഈറ്ററി പോയാലും നമുക്ക് പ്ലാൻ ഇട്ടു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുന്നതാ അടിപൊളി ഫിഷും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ ഇതാണ് കേട്ടോ, നല്ലൊരു വലിപ്പം സൈസുള്ള ഒരു മീനുകളാണ്. ഇതാ എൻ്റെ ഒരു പ്രൈസ് ടാഗുകളും പെർ kg എത്രയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതവരെ തൂക്കം നോക്കിയിട്ടാണ് വില ഇടുക. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനത് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു മീനിങ്ങനെ കൊടുക്കുന്ന പ്രോസസ്സാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ല, കാരണം നമ്മൾ വയനാട്ടിൽ വരെ എത്തേണ്ടതാണ്. അപ്പോൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് സ്മെല്ലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ മീനും അങ്ങനത്തെ ഒന്നും വാങ്ങിയില്ല. നമ്മൾ അവിടുത്തെ കിച്ചണിൽ പോയി ഫുഡ് വാങ്ങി വീട്ടിൽ പോയി കഴിച്ചു, അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ മത്തി, അയില, ചെമ്മീൻ ഇവിടെ കല്ലുമ്മക്കായൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഹാദിക്ക് ഈ ഫിഷ് കണ്ടിട്ട് വേണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ബാപ്പച്ചി എടുത്തോളൊക്കെ പറഞ്ഞു, പക്ഷേങ്കിൽ വെറുതെ മരിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ അതാ എല്ലാവരും പച്ചക്കറിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇവിടുന്ന്. ഇത് പിന്നെ കുറേ പച്ചക്കറി സ്റ്റോക്ക് ഇറക്കാൻ പോകുന്നു, പിന്നെ സ്റ്റോക്ക് കയറ്റാൻ പോകുന്നു. അത് ഈ ഒരു ചെറിയൊരു ബേബി മീനത്തോടും ഭയങ്കര സന്തോഷപ്രകടനത്തിൽ വെച്ചുണ്ടാക്കും. എല്ലാ മീനും അങ്ങനെ തന്നെ. അപ്പോൾ ഹയോ ഇങ്ങനെ നോക്കുന്ന മീനിനെ. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാണ്ട്. കമോൺ ഫോളോ മീ. ഈ കേക്ക് ഉണ്ടോ ഇവിടെ എല്ലാത്തിനും, കേക്കിനൊക്കെ അത്യാവശ്യം വില കുറവുണ്ട്. ടോർട്ട കേക്കൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്ക്, പ്ലം കേക്ക് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളൊന്ന് വാങ്ങി ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു സൈഡിലായിരുന്നു നമ്മുടെ ചാറ്റ് കാര്യങ്ങൾ, കുനാഫ, അതുപോലെ എന്താ എനിക്ക് പേരൊന്നും അറിയില്ല. എന്തൊക്കെ സാധനങ്ങളുണ്ട്, നല്ല രസമുണ്ട് കാണാൻ തന്നെ. പിന്നെ ലൈവായിട്ട് കുബൂസ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് അങ്ങനെ ഇങ്ങനെ കുബൂസ് ഇട്ടിട്ട് ഇവിടുന്ന് ഒരു പാക്കാക്കി തരും. നമ്മളെന്തായാലും കുറച്ച് കുബൂസ് വാങ്ങുന്നുണ്ട്. നമ്മൾ 12 കുബൂസാണ് വാങ്ങുന്നത്. നമ്മൾ 6 പേരാണുള്ളത് ഹയനെയും കൂട്ടിയിട്ട്.
നമ്മൾ 12 കുബൂസ് അവിടുന്ന് വാങ്ങുന്നുണ്ട്. മൂപ്പര് വേഗം ഇത്ര സ്പീഡായിട്ടാണ് പാക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ വേഗം ചൂടോടെ തന്നെ ഒരു പാക്ക് ചെയ്തിട്ടത് വേഗം എടുത്തിട്ട് ഞങ്ങൾ പോയി. 2 പാക്കറ്റ് നമ്മളെടുത്തു. 1 6 ഉള്ളത്. നമ്മൾ ട്രോളിയിലേക്ക് ഇട്ടു. നമ്മൾ ട്രോളി ഒന്ന് ചെറുതാക്കി കേട്ടോ, രണ്ട് ഈ തിരക്ക് കൊണ്ട് ഒന്നിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ കിച്ചണിലെത്തി. കിച്ചണിൽ അടിപൊളി ഓഫറും കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെ പറയുന്നത് നിങ്ങൾക്കൊന്ന് കാണും. അതാ നമ്മൾ ഒരു നല്ല ഫുൾ കോഴി അങ്ങനെ തന്നെ എടുത്ത് പാക്ക് ചെയ്തു നമുക്കാണ്. പിന്നെ ഹാദിക്ക് ബ്രോസ്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പീസും ഒരു തയ്യാന്ന് തോന്നുന്നു എന്തോ ഒരു പീസ് എടുത്തേക്ക്. അപ്പോൾ അതാ ബ്രോസ്റ്റിന് അതുപോലെ തന്നെ 250 രൂപക്ക് 4 പീസും അതുപോലെ കൊക്കക്കോളയൊക്കെ കിട്ടുന്നൊരു ഓഫറുണ്ട്. പക്ഷെ നമുക്ക് 4 പീസ് മതിയാവാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ കോഴി എടുത്തത്. ഹാദിക്കപ്പോൾ നമ്മൾ ആ പീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ഇവിടെ ഞെട്ടിച്ച ഒരേ ഒരു സംഭവം തന്നെയാണ്, ഇവിടുന്ന് കൂടുതൽ എല്ലാവരും വാങ്ങുന്ന ഒരു സാധനമാണ് ഈ കൊക്കക്കോള. കാരണം ഇതിന് സാധാരണഗതിയിൽ 100 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിന് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ലുലുമാളിൽ കയറി എന്താ പറയുക, ഇത് വെക്കുമ്പോൾ തന്നെ തീർന്നു പോകണം. 50 രൂപയായതുകൊണ്ട്. അപ്പം നമ്മൾ ഉള്ളിൽ നിന്ന് നല്ല തണുപ്പുള്ള നോക്കിയെടുക്കുന്നതാണ് കാണുന്നത്. പുറത്തേക്ക് വെക്കുന്നത് ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ എന്നാണ് അവിടുത്തെ ആൾ പറയുന്നത്. ഞാൻ വരുമ്പോഴാണ് ഓല് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഉമ്മച്ചിനെയൊക്കെ ഒലിപ്പിച്ചാണ് ഈ കൊക്കക്കോള എടുക്കാൻ പോയത്. 50 രൂപയാണ് തന്നെ നമ്മൾ 2 എടുത്തിട്ടു. അപ്പോൾ സാധനങ്ങളെല്ലാം നിരത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. നമുക്ക് എത്ര ഇവിടെ വാങ്ങിയിട്ട് കഴിക്കാൻ പോകണ്ടേ. നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ലുലുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.